ഹൌസിൽ കോൺഗ്രസ് നേതാവ് കനയ്യകുമാറിനെ തടഞ്ഞ റെസിഡന്റ് കമ്മീഷണർ RC പുനീത് കുമാർ. ഗവർണർ വരുന്നതുകൊണ്ട് ഉള്ളിൽ കയറാൻ കഴിയില്ലെന്ന പുനീത് കുമാർ. ഫെമിന വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെമിന, ഗവർണർ വരുന്നതുകൊണ്ട് ഉള്ളിൽ കയറാൻ കഴിയില്ലെന്നാണ് കമ്മീഷണർ പുനീത് കുമാർ പറയുന്നത്. അപ്പോൾ കേരള ഹൌസ് ഗവർണറാണോ ഭരിക്കുന്നതെന്നാണ് കനയ്യകുമാർ ചോദിച്ചു വെക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അതെ, ഈ കേരള ഹൌസിലേക്ക് വന്ന കനയ്യകുമാർ, കോൺഗ്രസ് നേതാവായിട്ടുള്ള കനയ്യകുമാറിനെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ റെസിഡന്റ് കമ്മീഷണറായിട്ടുള്ള പുനീത് കുമാർ തടഞ്ഞത്. അദ്ദേഹം വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു എന്നാണ് കനയ്യകുമാർ ആരോപിച്ചത്. അദ്ദേഹം മോശമായി സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം മാധ്യമങ്ങളോട് കാണിക്കുകയും പിന്നീട് ഈ കേരള ഹൌസിലെ ഈ കൊച്ചിൻ ഭവനിന്റെ പരിസരത്ത് അദ്ദേഹം കുത്തിയിരിക്കുകയും ചെയ്തു. കേരള ഹൌസ് ഭരിക്കുന്നത് ഗവർണറാണോ എന്നാണ് ഇത്തരത്തിൽ കനയ്യകുമാർ ചോദിച്ചത്. അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കേരള ഹൌസിനുള്ളിലേക്ക് ദില്ലി പോലീസ് കയറിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ കനയ്യകുമാറിനെ, കോൺഗ്രസ് നേതാവായിട്ടുള്ള കനയ്യകുമാറിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ റൂം ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ ഈ ദില്ലി ജന്തർ മന്ദിറിന് ചുറ്റും നിരോധനാജ്ഞ ഏർപ്പെടുത്തിയതുകൊണ്ട്, ഇന്റർനെറ്റ് നിരോധിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് മൊബൈൽ ബുക്ക് ചെയ്തത് കാണിക്കാൻ കഴിഞ്ഞില്ല. RC പുനീത് കുമാർ ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും മോശമായ രീതിയിൽ സംസാരിക്കുകയുമായിരുന്നു. അതിനെ തുടർന്ന് കനയ്യകുമാർ പ്രതികരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ കേരള ഗവർണർ വരുന്നു എന്ന് പറഞ്ഞ് പുറത്തു പോകണമെന്നാണ് ഇത്തരത്തിൽ ഇവിടുത്തെ അധികൃതർ, അതുപോലെ തന്നെ പുനീത് കുമാർ എല്ലാം പറഞ്ഞത്. ഇത് അംഗീകരിക്കാനാവില്ല. കേരള ഹൌസ് ഭരിക്കുന്നത് ഗവർണറാണോ എന്നാണ് ചോദിച്ചത്. മാത്രവുമല്ല, അമിത്ഷായുടെ നടപടികൾ പോലെയാണ് കേരള ഹൌസിലെ അധികൃതരുടെ, ബ്യൂറോക്രസിയുടെ, പ്രത്യേകിച്ച് ഈ റെസിഡന്റ് കമ്മീഷണർ പുനീത് കുമാറുടെ നടപടി എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വളരെ വലിയ തരത്തിലുള്ള വിമർശനമാണ് ദില്ലി പോലീസിന്റെ നടപടി. വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദില്ലി പോലീസ് കേരള ഹൌസിന്റെ ഉള്ളിൽ കയറിക്കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവായിട്ടുള്ള കനയ്യകുമാറിനെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിരിക്കുന്നത്. ശരി, ഫെമിനയാണ് വിവരങ്ങൾ നൽകിയത്.